ഇന്നലെ ഞാൻ പറഞ്ഞ ദ പ്രോമിസ് ഓഫ് ഗ്രോയിങ് ടുഗെദറിൻ്റെ ബാക്കി കഥ കേട്ടാലോ? ബോധരഹിതയായ ഷിയാമിയെ ഫാൻ യുവാൻ സർജിയൻ്റെ പെർമിഷനോടെ ക്ലിനിക്കിലേക്ക് എടുത്തുകൊണ്ട് ഓടുന്നു. റോസി ഇതും നോക്കിക്കൊണ്ട് അങ്ങനെ നിൽപ്പാണ്. ഡോക്ടർ പരിശോധിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നും ഫാനിയാനോട് പറയുന്നു. കഴിക്കാൻ എന്തു വേണമെന്ന ഫാനിയാൻ്റെ ചോദ്യത്തിന് ചിക്കൻ എന്നായിരുന്നു ഷിയാമിയുടെ ഉത്തരം. ഫാനിയാൻ പോയ തക്കത്തിന് ഗ്ലൂക്കോസ് ഡ്രിപ്പ് പരിശോധിക്കുകയാണ് ഷിയാമി. പതിയെയാണ് ഡ്രിപ്പ് പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ സ്പീഡൊന്ന് കൂട്ടി നോക്കിയപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഒറ്റയടിക്ക് അവൾ ആ ഡ്രിപ്പ് അകത്താക്കാൻ നോക്കി. പെട്ടെന്നായിരുന്നു ഫാനിയാനെ അന്വേഷിച്ചുള്ള റിയോസിയുടെ വരവ്. അവളുടെ കള്ളത്തരം മനസ്സിലാക്കാത്ത അവൻ അവളോട് സംസാരിച്ചു. പെട്ടെന്ന് അവൾ ആ ഡ്രിപ്പ് എടുത്ത് കുടിച്ചു തീർത്തു. അതിനുശേഷം കടന്നു വരുന്ന ഫാനിയാൻ ഡ്രിപ്പ് തീർന്നത് കണ്ട് അതിശയിക്കുകയും റോസി അവളെ കളിയാക്കുന്നുമുണ്ട്. ഷിയാമിക്ക് ഒരു ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുകയും ഡോക്ടർ ലെറ്റർ എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനവൾ ഫാനിയാനോട് നന്ദി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും റോസിയോടും. തിരിച്ച് റൂമിലെത്തിയ അവളെ കൂട്ടുകാരി കാര്യമായി തന്നെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നു. ക്ഷീണിച്ച അവശരായിട്ടാണ് റൂമിലെത്തിയതെങ്കിലും കൂട്ടുകാർ അന്നുണ്ടായ സംഭവബഹുലമായ കാര്യങ്ങൾ അവളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇതെല്ലാം നേരിട്ട് കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടതോർത്ത് അവൾ വിഷമിക്കുന്നുമുണ്ട്. പിറ്റേന്ന് രാവിലെ മിലിറ്ററി ട്രെയിനിങ്ങിന് ഇടയിൽ അവൾ പലതും തെറ്റ് ചെയ്യുന്നത് കണ്ട് കൂട്ടുകാരിക്കും തെറ്റുപറ്റുന്നു. ഇൻസ്ട്രക്ടർ അവരെ ശകാരിക്കുന്നിടത്തും റോസി രക്ഷകനായി എത്തുന്നു. അവൻ്റെ ശിക്ഷണത്തിനൊടുവിൽ അവർ ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ ശേഷം മറന്നുവെച്ച വാട്ടർ ബോട്ടിൽ എടുക്കാൻ പോയ ഷിയാമിയോട് ഫാനിയാൻ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും കൂട്ടുകാർ വന്നതിനാൽ സാധിക്കാതെ പോകുന്നു. ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരികൾക്കൊപ്പം ഇരുന്ന ഷിയാമിയെ കളിയാക്കാൻ റോസിയും അവിടെ എത്തുന്നുണ്ട്. അത് സഹിക്കാനാകാതെ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുന്ന അവൾക്ക് മുന്നിലേക്ക് ഭക്ഷണം പാഴാക്കുന്നവരെ കണ്ടുപിടിക്കാനെത്തിയ പ്രിൻസിപ്പാൾ വരുന്നു. എന്തു ചെയ്യും മല്ലയ്യ, പെട്ടുപോയല്ലോ. റോസിയുടെ കളിയാക്കലുകൾ സഹിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാൻ അവൾ നിർബന്ധിതയാകുന്നു. രാത്രിയിൽ അവർക്കൊരു ക്യാമ്പിംഗ് പാർട്ടി ഉണ്ടായിരുന്നു. മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി. റോസി ആയിരുന്നു ഹോസ്റ്റ്. ഇത് കണ്ട ഷിയാമി എന്ത് കണ്ടിട്ടാണ് ഇവനെയൊക്കെ ഈ പരിപാടിക്ക് നിർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനൊരു കില്ലാടിയാണെന്ന് കൂട്ടുകാരി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം അവർ ഒരുപാട് ഗെയിംസ് കളിക്കുകയും ചെയ്യുന്നു. അതിലൊരു ഗെയിമിൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ജയിക്കുന്നവർക്കൊരു വമ്പൻ സമ്മാനവും തോൽവി സംഭവിക്കുന്നവർ അവരുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കണമെന്നും. ഷിയാമയുടെ കഷ്ടകാലമല്ലാതെ എന്ത്! ആദ്യം തോൽവി സംഭവിച്ചത് അവൾക്കായിരുന്നു. അവൾ അവളുടെ ഗാനാലാപന മികവ് പുറത്തെടുത്തെങ്കിലും മറ്റൊരു കൂട്ടത്തിലുണ്ടായിരുന്ന കിൻസിയാങ് അവളെ കളിയാക്കി. ഇത് കണ്ട് സഹിക്കാതെ റോസി അവളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റുപാടി. കൂടെ മറ്റു കുട്ടികളും. റോസിക്ക് ഷിയാമിയോട് എന്തോ ഒരിതില്ലേ? ആലോചിച്ചു നോക്കി. ഇത് ഷിയാമിക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ല. റോസിയോട് അവൾക്ക് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവണമല്ലേ. പിന്നീട് അവരെല്ലാം ചേർന്നൊരു പാട്ട് കൂടെ പാടി സർജി എന്നെ യാത്രയാക്കി. പിറ്റേന്ന് മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഷിയാമിയുടെ കൂട്ടുകാരി ലിൻ റിയോത്തിയർ വീഴുന്നു. അതോടെ മറ്റുള്ളവർ ഓട്ടം നിർത്തിയെങ്കിലും റിയോത്തിയറിൻ്റെ നിർബന്ധപ്രകാരം ട്രെയിനിങ് തുടരുന്നു. മാറിയിരിക്കുന്ന റിയോത്തിയറിൻ്റെ ആ സീനിലുള്ള ഡയലോഗ്സ് കേൾക്കുമ്പോൾ നമുക്കൊരു ദുരൂഹത തോന്നാം. വഴിയെ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓട്ടത്തിനിടയിൽ വീണ്ടും റോസി ഷിയാമിയുടെ രക്ഷകനാകുന്നതും കാണിക്കുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയ കുട്ടികളെല്ലാം ക്ഷീണിച്ച് അവശരായിരിക്കുന്നു. ഫാനിയാൻ്റെ ഡെസ്കിലിരുന്ന ഹെയർ ക്ലിപ്പ് ആ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയായ സിയ ജുനിയയുടെ കൈ തട്ടി നിലത്ത് വീഴുന്നു. ഇത് കണ്ടുവന്ന ഷിയാമി, നീ ഇപ്പോഴും പെൺകുട്ടികളുടെ ഇത്തരം ആക്സസറീസ് കളക്ട് ചെയ്യാറുണ്ടോ എന്ന് ഫാനിയാനോട് ചോദിക്കുന്നുണ്ട്. ആ ക്ലിപ്പ് ഷിയാമിക്ക് പരിചയമുണ്ടോ എന്ന ഫാനിയാൻ്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ഷിയാമിയുടെ മറുപടി. അതിനുശേഷം അവൻ ഒരു സെറ്റ് ജ്യൂസ് എടുത്ത് ഡെസ്കിൽ നിരത്തുന്നു. ഇത് കണ്ട ഷിയാമി ഇത് തൻ്റെ ഇഷ്ടപ്പെട്ട ജ്യൂസാണെന്നും പണ്ടൊരിക്കൽ ടൂറ് പോയപ്പോൾ ഈ ജ്യൂസ് തീർന്നു പോയതിനാൽ വേഗം വീട്ടിൽ പോകാനായിരുന്നു തൻ്റെ ആവേശമെന്നും ഷിയാമി പറയുന്നു. ശേഷം അവൻ ഒരു ബോട്ടിൽ അവൾക്കും കൊടുക്കുന്നു. അവൾ ആസ്വദിച്ച് കുടിക്കുന്നതിനിടയിൽ ഒരു കാര്യമോർത്തു. ഫാനിയാൻ തന്നോടെന്തോ പറയാൻ തുടങ്ങിയിരുന്നു. അതെന്തായിരുന്നു എന്നവൾ അവനോട് ചോദിക്കുന്നു. കൂട്ടുകാർ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതിൽ തനിക്ക് വിഷമമുണ്ടെന്നും അവൾ പറയുന്നു. ചിലപ്പോൾ ചെറുപ്പത്തിൽ യുല്ലിനിൽ നമ്മളൊരു ഷിപ്പിൽ വെച്ച് കണ്ടിരിക്കാമെന്നവൻ പറയുന്നു. പൂക്കളുള്ള വസ്ത്രമണിഞ്ഞ് മുടി ഇരുവശമായി കെട്ടി മുഖത്തൊരു മറുകുമായി എന്നിങ്ങനെ അവൻ പറയുന്നു. അതിനുശേഷം നമ്മൾ പിരിഞ്ഞെന്നും ഒരു ഹെയർ ക്ലിപ്പ് നീ എനിക്ക് തന്നത് നീ ഓർക്കുന്നുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. എന്നാൽ ഇതൊരു ഡ്രാമയുടെ കഥ പോലെയുണ്ടല്ലോ എന്നവൾ സ്വയം ചിന്തിക്കുന്നിടത്ത് ആ എപ്പിസോഡ് അവസാനിക്കുന്നു. ശരിക്കും
അവർ തമ്മിൽ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ആ കഥ എന്താണ്? ഇതെല്ലാം അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.